കൊള്ളാം, ഭഗവാന്റെ പടമല്ലേ, നല്ല പടമാണ് അത്. അങ്ങനെയൊന്ന് നമ്മുടെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്, ശ്രീരംഗത്തൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഒറിജിനൽ ശ്രീരംഗം ഒന്നല്ല. ഇതിന് ഭഗവാനെതിരായിട്ടൊന്നും പോകരുത്, അതേ പറയാനുള്ളൂ. ഭഗവാനെതിരായിട്ട് പോയാൽ അതിനുള്ള ശിക്ഷ കിട്ടും ആരായാലും. 3 മണിക്കൂർ എങ്ങനെയുണ്ട്? 3 മണിക്കൂറോളം നല്ലതായിട്ടുണ്ട്. നല്ല പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഭഗവാന്റെ ഇത് പത്മനാഭരോട് പറയുന്നുണ്ട്, ശക്തി കാണിക്കുന്നുണ്ട്, ഭഗവാന്റെ ശക്തി കാണിക്കുന്നുണ്ട്. ഭഗവാനെതിരായിട്ട് പോയാൽ ശിക്ഷ കിട്ടും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അശ്വരാണ്, യാതൊരു ഇതുമില്ല. കുഴപ്പമില്ല. 3 മണിക്കൂർ എങ്ങനെയുണ്ട്? 3 മണിക്കൂർ എങ്ങനെ സമയം പോകണം? പോകുന്നു, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് അഭിനയമൊക്കെ? അഭിനയൊക്കെ അടിപൊളി, നല്ല പടം. അതുപോലെ കാണാൻ അതേ മോഡൽ തന്നെ, അതേ മോഡൽ തന്നെ. എങ്ങനെയുണ്ട് കണ്ടിരിക്കാനുള്ള നല്ല നല്ല ഒരു കഥയുണ്ട്. പുരാണ പടം, നല്ല കഥയുണ്ട്. എങ്ങനെയുണ്ട് പടം? എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. പുരാണ കഥയാണല്ലേ. ശരിക്കും നമ്മുടെ പുരാണം തന്നെയാണോ? പിന്നെ പുരാണത്തിൻ്റെ 3 മണിക്കൂർ എങ്ങനെയുണ്ട്? 3 മണിക്കൂർ കൂടുതലുണ്ട്. ഇത് പറയുന്നത് ഇത് ഭഗവാന്റെ കാര്യങ്ങളാണ്. എടുത്തു പറയാൻ തോന്നി. കൊള്ളാം, വ്യക്തിപൂർവ്വമായിട്ടുള്ള കണ്ടുകൊണ്ടിരിക്കുക, കഥ അറിയുന്നവർ കണ്ടുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് ചേട്ടാ? കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. എല്ലാം നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. മറ്റേ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അതേപോലത്തെ ഒരു കഥകളാണ്. എങ്ങനെ കണ്ടിരിക്കാനുള്ളതാണ്? കുഴപ്പമില്ല. ചേട്ടാ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? പടം കുഴപ്പമൊന്നുമില്ല. 3 മണിക്കൂർ അറിയണുണ്ടോ? കണ്ടുകൊണ്ടിരിക്കാം. 3 മണിക്കൂർ പടം കുഴപ്പമില്ല. ആൾ കുറവെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അറിഞ്ഞറിഞ്ഞ ആളുകൾ വരും. തീരെ ഇഷ്ടമായില്ല, ഭയങ്കര മോശം പടമായിരുന്നു. മലയാളികൾക്ക് അത്രയ്ക്ക് ഇഷ്ടാവില്ലേ, കാരണം ഇതൊരു ഫിക്ഷണൽ ഒരു സംഭവമാണ്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അല്ല, ബാഹുബലി വളരെ നല്ലൊരു മൂവിയായിരുന്നു. അപ്പോൾ ബാഹുബലി കാണുന്ന ഒരു എന്താ മിത്താണെങ്കിലും അതൊരു നല്ലൊരു മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു. എഡിറ്റിംഗ് നല്ലതായിരുന്നു, അതുപോലെ തന്നെ വിഷ്വൽസ്, പിന്നെ സ്റ്റോറി ലൈനപ്പ്, ഇതെല്ലാം നല്ലതായിരുന്നു. പക്ഷേ ഇത് നല്ലൊരു ശരിക്കും 3 മണിക്കൂർ കിടന്നുറങ്ങാം അങ്ങനത്തെ ഒരു മൂവിയാണ്. അതൊരു ഐതിഹ്യമാണ് കാണിക്കുന്നത്. പക്ഷെ അതൊരു ഐതിഹ്യമാണെങ്കിലും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാമായിരുന്നു. നന്ദനം പോലത്തെ മൂവിയൊക്കെ ഒരു ഐതിഹ്യമാണെങ്കിലും അത് കുറച്ചും കൂടി അതിൻ്റെ ഒരുപാട് പഴയ മൂവിയാണ്. പക്ഷേ ഒരു കമ്പാരിസൺ പറയുന്നതല്ല. ഇത് ഈ കണ്ണപ്പ ഒരു പോലത്തെ ഒരു പ്രസൻറ്റേഷനാണ് മൂവി ത്രൂ ഔട്ട്. 3 മണിക്കൂർ ഇത് സഹിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര മോശമാണ്. ഇഷ്ടമല്ല, മോശം മൂവിയാണ്. പോസിറ്റീവായിട്ട് സത്യത്തിൽ ഈ പടത്തിലൊന്നും പറയാനില്ല. ഈവൻ ഇപ്പോൾ ഞാനൊരു അഗ്നോസ്റ്റാണ്. ലൈക്ക് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസിക്ക് പോലും ഇതങ്ങനെ പ്രാക്ടിക്കലി ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു മൂവിയല്ല. ഇല്ല, ഒന്നുമില്ല. എഡിറ്റിംഗ് ഒക്കെ വളരെ മോശമാണ്.